கொஞ்ச காலம் கொஞ்ச தூரம் கொஞ்ச நேரம் கூட என்னாலாகுமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ആനതോ സിയാൻ, നീ അവരുടെ അടുത്തോട്ട് ചെല്ല്, ഞാനിപ്പോ വരാം. സിയാൻ തലയാട്ടി. ആരു പതിയെ സിയാനിൽ നിന്ന് അകന്ന് നടക്കാൻ തുടങ്ങി. പക്ഷേ കരഞ്ഞു കലങ്ങി അവന്റെ മിഴികൾ കണ്ട് ആരുവിന് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ആരു തന്റെ അരികിൽ തന്നെ നിൽക്കുന്നത് ശ്രദ്ധിച്ച സിയാൻ അവനോടായി ചോദിച്ചു, എന്താ നീ പോന്നില്ലേ? ഞാൻ അവരുടെ അടുത്തോട്ട് പൊക്കോളാം. നീ എവിടേക്കാ പോവാൻ നിന്നെന്ന് വെച്ചാ അങ്ങോട്ട് പോക്കോ. ഇല്ല, എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഉണ്ടാവേണ്ടത് നിന്റെ കൂടെയാന്ന്. സാരമില്ല, ഞാൻ കുറച്ചു കഴിഞ്ഞ് പൊക്കോളാം. അതേസമയം ദർശനെ ഓർത്ത് ആരുവിന്റെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ സിയാന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ ആരുവിന് തോന്നിയില്ല. എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല ആരു, നീ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ കാണുമ്പോ നിനക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ഒരിക്കലും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുമെന്നുപോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്ന് ഞാനിന്ന് സാഡായപ്പോഴത്തേനും നീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആരു, താങ്ക് യു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊന്നും. ഹേയ് സിയാൻ, നീ ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ത് പ്രശ്നമാണെങ്കിലും നിന്റെ ഒപ്പം ലൈഫ് ലോങ് ഞാൻ കാണുമെന്ന്? അപ്പോ എനിക്കതാ ഓർമ്മ വന്നേ. പിന്നെ ഞാൻ നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ആക്കുവാടാ. അതെ, പക്ഷേ ഞാൻ നിന്നോട് ചെയ്തത് അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാന്ന് എനിക്കറിയാം. നിനക്കത് മനസ്സിലാവുന്നുണ്ടല്ലോടാ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെ. ഇതുപോലെയൊക്കെ ഞാൻ നിന്റെ ലൈഫ് ലോങ് നിന്റെ കൂടെ ഉണ്ടാവും. നിന്നോട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എങ്ങനെ ആരോ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ? എനിക്കറിയാം, നീ കുറെ അനുഭവിച്ചു, അതും ഞാൻ കാരണം. അത് വിടടാ, അതൊക്കെ കഴിഞ്ഞല്ലേ. കഴിഞ്ഞു പോയ ഒന്നിനെ പറ്റി ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോ. എടാ, നിന്റെയൊക്കെ ഫോൺ എന്തിനാണ്? കാണാൻ വെച്ചേക്കുവാണോ? വിളിച്ചാലും എടുക്കത്തില്ല. ഇത് എവിടായിരുന്നു പോണ്ടേ? അതിന് പോവാനുള്ള ടൈമായ. ബെല്ലടിച്ചാ? ബെല്ലോ? അതൊന്നും നോക്കണ്ട, നമുക്ക് ഉള്ള ടൈം ആയിട്ടുണ്ട്. എന്താടാ ഒരു സൈലൻസ്? നിങ്ങൾക്ക് സംസാരിക്കണോ? എന്നാ സംസാരിച്ചോ. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലേ നിങ്ങൾ രണ്ടുപേരും വരണമെന്ന്. ഓ, കണ്ണീച്ചാറുണ്ടോടാ നിനക്ക്? ആരു, നീ വേഗം വന്നേ, അല്ലെങ്കിൽ നമ്മളെ കൂട്ടാണ്ട് ഇവന്മാർ രണ്ടും കൂടി അങ്ങ് പോവും. ആരും എങ്ങോട്ട്? ആരു, നിന്നെ തീ എവിടെ നോക്കുന്നുണ്ട്? അങ്ങോട്ട് ചെല്ല്. അല്ല, നീ എങ്ങോട്ട്? നീ മറ്റവന്റെ കൂടെയല്ലേ? ഓ, അപ്പൊ ചുരുക്കം പറഞ്ഞ നമ്മൾ ഇന്നും ഒറ്റയ്ക്ക്. താങ്ക്സ് അളിയ. അതൊക്കെ, പക്ഷേ നീ ആ താങ്ക്സ് എന്തിനാണാവോ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എടാ, നിങ്ങൾ തന്നെ നമുക്ക് ഒന്നിച്ചിറങ്ങാം അങ്ങോട്ട്. വാ വാ വാ. എന്നാലേ നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിക്കോ, ഞാൻ പോയി അവളെ നോക്കട്ടെ. എടാ, അവളെ ഒറ്റയ്ക്കേ ഉള്ളോ അതോ കാർത്തിക് ദർശനം ഉണ്ടോ? എടാ, അവളുടെ ഒപ്പം കാർത്തികേട്ടനുണ്ട്, പക്ഷെ മറ്റേ ചേട്ടനില്ല. ആ ചേട്ടൻ പോയല്ലോ. പോയോ? എങ്ങോട്ട്? അവർക്ക് ഇന്ന് ഈവനിങ് അതൊക്കെ ക്ലാസ് ഒക്കെ ഉള്ളതാണല്ലോ. നിങ്ങളോട് പറഞ്ഞോ പോവാന്ന്? വന്ന് പറഞ്ഞൊന്നുമില്ലടാ. ആ കാർത്തികേട്ടനെ വിളിച്ചു പറയായിരുന്നു ചെയ്തേ, മറ്റേ ചേട്ടൻ ഹോസ്റ്റലിൽ പോവാന്ന്. അല്ല, ഈ കാർത്തികേട്ടനും ദർശൻ ചേട്ടനും ഞങ്ങളുടെ ഹോസ്റ്റലല്ലേ? അത് ശരിയാണല്ലോ. നമ്മുടെ രണ്ടാൾക്കാരുടെയും ഹോസ്റ്റൽ തമ്മിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എന്നിട്ടും ദർശൻ ചേട്ടൻ എന്നും നിന്റെ ഹോസ്റ്റലിൽ കൊണ്ടുവിടുവോ? എന്നും ഒന്നുമില്ലടാ, അത് അന്ന് പുള്ളി എന്റെ കൂടെ വന്നു, അത്രേ ഉള്ളൂ. എടാ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങള് ഓക്കെ, ബൈ. പോവല്ലേ, നാളെ കാണാം. ഇവന് ഇത്ര ധൃതി പിടിച്ചത് എങ്ങോട്ടാ? സിയാൻ, നിനക്ക് എന്താ പറ്റി? മൊക്കൊക്കെ ഒരുമാതിരി ഇരിപ്പുണ്ടല്ലോ. അത് ശരിയാണല്ലോ. എന്താടാ, നീ കരഞ്ഞ? ഇല്ലടാ, ഞാനൊന്ന് മുഖം കഴുകി. നീയൊക്കെ വരുന്നുണ്ടോ? പോണ്ടേ? ഇതിപ്പോ എന്നെ തപ്പി വന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സംസാരിക്കാ? ഓ, അത്രേ ഉള്ളൂ. എന്നാ വാ, പോയേക്കാം. അല്ല, ഞങ്ങളങ്ങ് പൊക്കോട്ടെ. നിന്നെ മറ്റോ വിളിക്കാൻ വരത്തില്ലേ? നീയൊക്കെ എന്തിനാണ് അവനെ പറഞ്ഞുകൊണ്ട് എന്നെ കുത്തുന്നേ? ഏതായാലും നിങ്ങൾ വാ, അവൻ വന്നിട്ട് പോയാ മതി, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ആവുമല്ലോ. ഓ, നീ പോസ്റ്റ് ആവുമല്ലോന്ന്. ബാ. എന്നത് താനൊന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. അത് പറ്റൂല, ഞാനല്ലേ ചോദിച്ചേ, അപ്പൊ ചേട്ടൻ പറയണം. അതിനെനിക്ക് അറിയത്തില്ലല്ലോ, താനല്ലേ ചോദിച്ചേ, താൻ പറ. അത് പറ്റൂല, ചേട്ടൻ പറ. എന്തോരം സോങ്സ് ഉണ്ട്. അതിനെനിക്ക് അറിയണ്ടേടോ. എനിക്ക് സോങ്സിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ താൻ പറഞ്ഞത് വല്ല ABCD എങ്ങാനും ഇറങ്ങി നോക്കായിരുന്നു. ഇത് സെഡ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സോങ് കാണാൻ പറഞ്ഞ ഞാൻ എങ്ങനെ പാടാനാ? എനിക്ക് അറിയത്തില്ല. അത് ചേട്ടൻ ആലോചിച്ച് നോക്ക്, അപ്പൊ കിട്ടത്തില്ലേ. അല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഫോണിലൊന്നും തപ്പിക്കൊണ്ട് വന്നേക്കരുത്, ആരോടും ചോദിക്കാനും പാടില്ല. ആ, എന്നാ പിന്നെ താൻ തന്നെ നാളെ പറയേണ്ടി വരും. അല്ലാണ്ട് ഫോണിൽ നോക്കാനും പാടില്ല, ആരോടും ചോദിക്കാനും പാടില്ല. പിന്നെ ഞാൻ എങ്ങനെ തപ്പിക്കൊണ്ടുവരാനാ? അതെനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നോട് പറയത്തില്ലേ. ഈ പെണ്ണ്.
എന്നാലും നോക്ക്, ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ കാർത്തി, ദർശൻ എവിടെ? ദർശനോ? നീ എന്താണ് ഓടിപ്പടഞ്ഞു വന്നിട്ട് അവനെ ചോദിക്കുന്നത്? അവനിവിടെ ഇല്ല, അവ ഹോസ്റ്റലിൽ പോയി. ആ, ഒന്നുമില്ല. അല്ല, ഹോസ്റ്റലിൽ പോയിന്ന് പറഞ്ഞ അപ്പൊ നിങ്ങക്ക് ഇന്ന് ഈവനിങ് ക്ലാസ് ഇല്ലേ? ഉണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞു? ആ, ദർശൻ കുറച്ചു മുമ്പ് നിന്റെ അടുത്തോട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിരുന്നു. അവൻ പറഞ്ഞായിരിക്കും അല്ലേ? എന്നിട്ട് അവൻ ഹോസ്റ്റലിൽ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലേ? അത് ഇല്ല. അപ്പോ ദർശൻ ഇന്ന് ക്ലാസ്സിന് വരില്ലേ? ഇല്ലടാ, അവന് തലവേദന എന്ന് പറഞ്ഞിരുന്നു. മൈഗ്രൈന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അവന്. അപ്പൊ പിന്നെ ഞാനും ഒന്നും പറയാൻ പോയില്ല. പിന്നെ അവൻ പഠിപ്പിയല്ലടാ, ക്ലാസ്സിന് കേറിയാൽ എന്ത്, കേറിയില്ലെങ്കിൽ എന്ത്. അതെ അതെ, അത് ദർശൻ ചേട്ടൻ. പക്ഷെ കാർത്തിക്കേട്ടന് പാസ്സാവണമെങ്കിൽ ക്ലാസ്സിൽ കയറിയേ പറ്റൂ. എന്നാ പിന്നെ വേഗം വിട്ടോ, ഈവനിങ് ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓ, പറയണ്ടായിരുന്നു. അപ്പൊ ശരി, നിങ്ങളെന്നാ ഹോസ്റ്റലിലേക്കല്ലേ? ശരി, എന്നാ നാളെ കാണാം. ആ കാർത്തി, എനിക്ക് ദർശന്റെ അല്ലേ വേണ്ട. ശരി, എന്നാ ഞങ്ങള് പോവാ. ബൈ. ഏ, ഇവനിതെന്തു പറ്റി? അവൻ നമ്പർ ചോദിച്ചാൽ ഞാൻ കൊടുക്കുമല്ലോ. ആ, എന്തേലും ആവട്ടെ. ഓ, ഇനിയിപ്പോ ക്ലാസ്സിൽ പോണമല്ലോ. ദർശനമില്ല, ചടപ്പായിരിക്കും. എന്ത് ചെയ്യാനാ, പോയേക്കാം. എടാ സിയാനെ, ഈ അന്താക്ഷരി എന്ന് പറഞ്ഞ അതില് പാട്ട് മാത്രമേ പെടത്തുള്ളൂ? ആ, പിന്നല്ലാണ്ട്. അതെന്താ, നിനക്ക് ഇത്ര കാലമായിട്ടും അറിയില്ലായിരുന്നോ? അതല്ലടാ, കുറച്ചു മുമ്പ് യുവമാർ അന്താക്ഷരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഓരോ സോങ്സിന്റെ നെയിം ആയിരുന്നടാ പറഞ്ഞു വിളിച്ചേ. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച്, അതാ ചോദിച്ചേ. ഓ, നിങ്ങൾ പുതിയ പുതിയ കളികളൊക്കെ ഇറക്കി തുടങ്ങിയ? ഞാൻ അറിഞ്ഞില്ല. അതിന് കൂടെ ഉണ്ടാവണം വല്ലതൊക്കെ അറിയണമെങ്കില്. നീ പിന്നെ ആരോന്റെ കൂടെ ആയിരിക്കുമല്ലോ. നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ആരോന്റെ കൂടെ കാണുന്നുള്ളത് ഉറപ്പാ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആരോന് ഇവനേക്കാൾ കെയർ ചെയ്യുന്നത് ആ സീനിയർ ചേട്ടനാ. സീനിയർ ചേട്ടൻ? ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാള് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് വന്നു പോയതാ. പക്ഷെ അയാൾക്ക് കുറെ ഫീൽ ആയെന്ന്. ഫീൽ ആയെന്നോ? അതിന് ആ ചേട്ടൻ നിങ്ങൾ സംസാരിക്കുന്നല്ലേ കണ്ടേ? അതിലിപ്പോ എന്താ ഇരിക്കുന്നത് ഇത്ര ഫീൽ ആവാനും വേണ്ടി? അല്ല, ഇനി വേറെ വല്ലതും കണ്ടിട്ടാണോ അയാൾക്ക് ഫീൽ ആയത്? ഒന്ന് പോടാ, അങ്ങനെയൊന്നും അല്ല. കുക്കി, ആ 3 പേരുണ്ടല്ലോ, എന്നാ പോവല്ലേ? ആ ശരിയേട്ടാ, എന്നാ നിങ്ങൾ വിട്ടോ. അപ്പൊ ബൈഡാ, നാളെ കാണാം. എന്നാ ആയിക്കോട്ടെ. നോക്കി പോണേ പിള്ളേരെ. ഓ, നോക്കി പൊക്കോളാം. അവനെയും നോക്കിക്കൊണ്ടോണേ. അവൻ എന്റെ കൂടെ അല്ലേ, സേഫ് ആയിരിക്കും. എന്നാ നിങ്ങൾ ചെല്ല്. കുക്കി, നീ ഇതെന്താ ഈ ആലോചിക്കുന്നെ? കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒന്നുമില്ല. നമ്മൾ എത്തിയോ? ഇല്ല, നോക്കിക്കേ, ബ്ലോക്കാ. ആ ശരിയാ, ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. ഫൈസി, എന്താ കുക്കി? നീ ഇനി എന്നാ തിരിച്ചു പോന്ന്? എവിടെയോ ട്രെയിനിങ്ങിനൊക്കെ കയറണോന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിന്നാ എങ്ങനെയാ? പോവാ. ഇപ്പൊ എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുവല്ലേ, സമയം പോലെ കേറാം. കുക്കി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോയ്ക്ക്. ഫൈസി, ഞാൻ ഉദ്ദേശിച്ചതാണ് നീ ചോദിക്കാൻ വരുന്നെങ്കില് വേണ്ട. അതിനന്നും ഇന്നും എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. നീ ഇപ്പോഴും എന്റെ കാര്യത്തിൽ ഓക്കെ അല്ലേ കുക്കി? എന്താ, നിനക്ക് എന്നോട് പറയാനുള്ള മടി കൊണ്ടാണോ? ഈ ഒരു ടൈം കൊണ്ട് ഒരുപാട് തവണ നിന്നോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഫൈസി, നമ്മുടെ ഇടയിൽ ഈ ഒരു സംസാരം വേണ്ട. അപ്പോ ഞാൻ നിന്റെ ലൈഫില് ആരുമല്ലേ? നിനക്കതറിയില്ലേ ഫൈസി? നീ തന്നെ പറയണ ഇതൊക്കെ. നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടിന്ന് ഞാൻ എന്തിനാലേ പറയുന്നേ? എവിടെയൊക്കെയോ നീയും കൂടെ കാരണമായിട്ട് എന്റെ ആഗ്രഹം, എന്റെ സ്വപ്നം, എന്റെ ഡ്രീം ആയിരുന്നില്ലേ അവൻ? ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഇനി ഒന്നും പഴയതുപോലെ ആവില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഞാൻ. എല്ലാം അറിയാവുന്നല്ലേ നിനക്ക്, എന്നിട്ടും നീ. ആരു, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? വല്ലതൊക്കെ പറയടാ. എടി, എനിക്ക് ദർശനെ കാണണം. എന്ത്? നീയല്ലേ കുറച്ചു മുമ്പ് ദർശൻ ചേട്ടനെ മാരകമായി വായി നോക്കുന്നൊക്കെ കണ്ടിരുന്നേ? പിന്നെ ചേട്ടനും അങ്ങോട്ട് തുള്ളിച്ചാടി വരുന്നുണ്ടല്ലോ നിന്നോട് സംസാരിക്കാൻ. പിന്നെന്താടാ, നിങ്ങൾ ഇന്ന് എത്ര വട്ടം സംസാരിച്ചു കാണും? സംസാരിച്ചില്ല എന്നല്ല. പക്ഷെ ദിയ, ഇന്ന് ഞാനും സിയാനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ദർശൻ അങ്ങോട്ട് വന്നത്. എനിക്കറിയില്ല ദർശൻ അപ്പൊ എന്താ വിചാരിച്ചു കാണുകയെന്ന്. ദർശൻ അപ്പൊ തന്നെ അവിടുന്ന് പോയി. പിന്നെ ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേനും ഹോസ്റ്റലിൽ പോയതാ പിന്നെ ഞാൻ കേൾക്കുന്നത്. നീയും സിയാനും തമ്മിൽ സംസാരിക്കുന്നത് ദർശൻ ചേട്ടൻ കണ്ടാലിപ്പോ എന്താടാ? നീ ഒന്ന് കറക്റ്റ് പറ, എന്തായിരുന്നു? എനിക്കറിയില്ല. സിയാൻ എന്തൊക്കെയോ പറഞ്ഞു. ലാസ്റ്റ് അവർ സെഡായി കരഞ്ഞു.
അപ്പൊ ഞാൻ അവനെ ഒന്ന് ആശ്വസിപ്പിച്ചു. അത് കണ്ടോണ്ടാ ദർശൻ അങ്ങോട്ട് വന്നേ. അടിപൊളി. എങ്ങനെയായിരുന്നു നീ അവനെ ആശ്വസിപ്പിച്ചേ? ദർശൻ ചേട്ടൻ ഇത്രയും കൊള്ളാനായിട്ട്. ഞാൻ അവനോട് എന്തൊക്കെയോ ചോദിച്ചു. സംസാരത്തിനിടയ്ക്ക് അവൻ കരഞ്ഞു ദിയ. അപ്പ എന്നോട് ചോദിച്ചു എന്നെ ഹഗ് ചെയ്തോട്ടേന്ന്. ഞാൻ ആന്ന് പറഞ്ഞു. അപ്പോഴാ ദർശൻ അങ്ങ് വന്നേ. അത്രേ ഉള്ളോ? അതിനെന്താ ആരു? ഇതിപ്പോ ഞാനാണെങ്കിലും നീ എന്നെ അങ്ങനെ ആശ്വസിപ്പിക്കത്തില്ലേ? പിന്നെ ദർശൻ ചേട്ടൻ നിന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോ ഇതുകൊണ്ടാണ് ദർശൻ ചേട്ടൻ ഹോസ്റ്റലിൽ പോയെന്ന്. ചേട്ടന് തലവേദന തന്നെ ആയിരിക്കൂടാ. കാർത്തികേട്ടൻ പറഞ്ഞില്ലേ ദർശൻ ചേട്ടന് മൈഗ്രെയിൻ ഒക്കെ ഉള്ളതാന്ന്. എനിക്കറിയാം, ദർശനെല്ലാം മനസ്സിലാവും. പക്ഷെ ദിയ, എനിക്ക് ദർശനോടൊന്ന് സംസാരിക്കണം. സംസാരിക്കണമെങ്കിൽ നീ ദർശൻ ചേട്ടനെ വിളിക്ക്. നീ നേരത്തെ എന്താ കാർത്തികേട്ടനോട് ദർശൻ ചേട്ടന്റെ നമ്പർ ചോദിക്കാൻ പോയിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചേ? അതൊന്നുമില്ല, അപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നിയേ. ആരു, എന്താടാ? നമുക്ക് ശരിയാക്കാം. നീ ഈ മൂടൊക്കെ ഒന്ന് മാറ്റിക്കേ. നമുക്കിന്ന് നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവാം. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാ? പബ്ബാ? പോയാലോ? പബ്ബ്? അങ്ങോട്ട് പോയിട്ട് കൊറേ ആയില്ലേ. എന്നാ ഇന്ന് പോയേക്കാം. നീ എന്റെ മുത്താടി. അത് പറഞ്ഞപ്പോഴേക്ക് നീ ദർശൻ ചേട്ടനെയും ചെയ്യാനൊക്കെ അങ്ങ് വിട്ടാ. എന്റെ പൊന്നോ, എന്താടാ നീ ഇങ്ങനെ? പോന്നൊക്കെ കൊള്ളാം എന്നും പറഞ്ഞ് അടിച്ച് പാമ്പാവാനുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പൊന്നു മോനെ അത് ഇവിടെ ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ മടല് വെട്ടി അടിക്കും ഞാൻ. പിന്നെ അതിനുവേണ്ടി നീ ഇവിടെ തെങ്ങും തപ്പി പോവാണല്ലോ മടല് വെട്ടാൻ. ഒന്ന് പോയേടി. നീ വന്നേ, നമുക്ക് റെഡി ആയിട്ട് പെട്ടെന്ന് പബ്ബിൽ പോവാം. ബാ ബാ ബാ. ബെസ്റ്റ്. നെല്ലൊക്കെ വലിച്ചു കേട്ടടാ. ഇതെങ്ങോട്ടാ ഇതൊക്കെ പോകുന്നേ? എടി, ഈ സാധനങ്ങളൊക്കെ കുടിക്കുന്നതിന് അതിന്റേതായ വശങ്ങളുണ്ട്. എന്നാലേ അതിന്റെ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. എന്ത് ഫീല്? ഇതിന് കയ്പ് തന്നെയല്ലേ? ഓ, എങ്ങനെ പറ്റുന്നടാ നിന്നെ കൊണ്ടൊക്കെ? ഈ കുടിയന്മാരെയൊക്കെ സമ്മതിക്കണം. അതെ, സമ്മതിക്കണം. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ അത് മറക്കാൻ വേണ്ടിട്ടാ പുണ്യാഹം പോലത്തെ ഈ സാധനം വലിച്ചു കയറ്റുന്നത്. അതിനും മാത്രമൊക്കെ എന്റെ പൊന്നുമോനിപ്പോ എന്നാ ഇത്ര വിഷമം? നീ കാര്യം പറയടാ. കാര്യം എന്താ നിനക്കറിയത്തില്ലേ? ഞാനിപ്പോ ഒരുമാതിരി ചെകുത്താന്റെ കടലിന്റെ നടുക്കുവേട്ട അവസ്ഥയാ. അതെനിക്കറിയാലോ. നീ ഇത് പറ, ആരാണ് ചെകുത്താൻ, ആരാണ് കടല്? സിയാൻ ഓർ ദർശൻ ചേട്ടൻ? ഓ, പണ്ടാരടങ്ങാനായിട്ട്. ഈയിടെ ചെക്ക, നീ ഇവിടെ കിടന്ന് പാമ്പായി ഇഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ കൊണ്ടുപോകും? നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ലാട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എടി ദിയ, നീ കേക്കണം. ഫിറ്റായ എന്താടാ പറയ്. ഞാൻ എന്താടി പറയണ്ടേ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇനി ഒരിക്കലും ചെയ്യാനെ കാണേണ്ടി വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവനിപ്പോഴേ എന്റെ കൺമുന്നിൽ കൂടെ നടക്കുന്നു. അതിന്റെ ഇടയില് ദർശൻ. ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ എങ്ങനെയാടി? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഓ, അതിന് ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യാണല്ലോ. നിനക്ക് ആരെയാണോ ഇഷ്ടം നീ അവരെ നോക്കടാ. ഈ ദർശൻ ചേട്ടന് നിന്നോട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് ശരിയാണോ? ശരിയാണ്. ആണ് ആണ്. ഹി റിയലി ലവ് മീ. അതുകൊണ്ടാണല്ലോ എന്നെ കിസ് അടിച്ചത്. കിസ്സാ? എപ്പാ? ദാ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്താടി, ഞാൻ ഇത്ര അടുത്തല്ലേ ഇരിക്കുന്നേ? എന്റെ ചെവി. നീ എന്തുവാ വല്ല ആംപ്ലിഫയർ വിഴുങ്ങിയ? കിസ്. എന്താ നീ അത് കേട്ടിട്ടില്ലേ? ഓ, ഇവനിങ്ങനെ കിറിഞ്ഞിരിക്കണോണ്ട് അതങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. അല്ലടാ, എവിടെ, എന്ന്, എവിടെ വെച്ച്? ഇനി വല്ല ലിപ് ടു ലിപ് അങ്ങാനും ആണോ? ആണ്, അന്ന് കോളേജിൽ വെച്ച്. പക്ഷെ അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് സോറി പറഞ്ഞു. അവൻ എന്തിനാ അത് പറഞ്ഞത്? ശരിക്കും അവൻ എന്നോട് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അവൻ എന്നോട് അത്ര സോഫ്റ്റ് ആയിട്ട് സോറി പറയുമായിരുന്നു. എന്നാ പിന്നെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിനക്കും ഈ ഫീലിങ്സ് തിരിച്ചുണ്ടെങ്കിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ദർശൻ ചേട്ടൻ നല്ല ആളാ, എന്നിട്ട് നിങ്ങൾ പ്രേമിച്ചോണ്ട് നടക്ക്. അതല്ല എന്റെ പ്രശ്നം. ദർശൻ എങ്ങനെയാന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ സിയാനില്ല ഇപ്പൊ ഇവിടെ. അവനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ഇങ്ങനെ കാണുമ്പോ എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അവനോട് പഴയ പോലെ എനിക്കിനി എന്തെങ്കിലും ഫീലിങ്സ് വരുവോടി? എന്റെ ആരും, നീ ഇങ്ങനെ ഒരു കോമഡി പീസ് ആവാതെ. ബോധമില്ലാണ്ട് എന്തൊക്കെയാ ഈ പറയുന്നേ? മതി മതി, എണീറ്റേ, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. എനിക്കറിയില്ല. അയ്യോ, എനിക്ക് ഭ്രാന്താവുന്നേ. ദർശന് വിഷമായി കാണും. സിയാനും നല്ല വിഷമുണ്ട്. എനിക്കും നല്ല വിഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമുണ്ട്.
ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കും നല്ല വിഷമമുണ്ട്. എന്റെ തമ്പുരാൻ ഏത് നേരത്താണാവോ ഇവനെ വിളിച്ചിങ്ങോട്ട് വരാൻ തോന്നിയത്. ആരും ദിയ ഇവനത് എന്തു പറ്റി? അന്നത്തെ പോലെ അടിച്ച് കിളി പോയിരിക്കുവാണോ? ഹോ കാർത്തികേട്ടാ, ഞാൻ വിചാരിച്ചു ഇവനെ ഞാൻ തന്നെ എടുത്ത് ഹോസ്റ്റലിൽ കൊണ്ടോണ്ട വരുമെന്ന്. എനിക്കറിയാൻ പാടില്ല, കിട്ടിയത് മൊത്തം അങ്ങ് വലിച്ചു കയറ്റിട്ട് കിളിയില്ലാണ്ടിരിക്കും അവൻ. ആണോ? ഡാ ഡാ ആരു? ഹായ് കാർത്തി, സുഖല്ലേ? എന്താ ഇവിടെ വിളിച്ചില്ലല്ലോ ഞാൻ. പിന്നെ വിളിക്കാനായിട്ട് നിന്റെ അപ്പൻ ഹരിശങ്കറാണല്ലോ ഈ ബാറ് നടത്തുന്നത്. ചെറുക്ക എന്താണിത്? എന്താ എന്താ പ്രശ്നം? എന്താ നീ എന്തോ ഇങ്ങനെ ഇതെല്ലാം കൂടെ വലിച്ചേരി ഇരിക്കുന്നത്? കാര്യം പറ, എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ട് കാർത്തി, ഉണ്ട്. നീരി ഞാൻ പറയാം. ഇവൻ ഇത് എന്തു പറയാൻ പോവാ? എടാ ആരുവേ? ഞാൻ പറയട്ടെ കാർത്തി, ആ ദർശൻ എവിടെ? വന്നില്ലേ? ഒറ്റയ്ക്കേ ഉള്ളോ നീ? ആ ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താടാ? എനിക്ക് വിഷമാവുന്നു കാർത്തി. എന്റെ അവസ്ഥയെ ഇപ്പൊ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് വെട്ട പോലെയാ. അവിടെ എനിക്കൊരു വീട് വെച്ച് തരാൻ പോലും ഒരു തെണ്ടികളും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാ? പിച്ചമ്മയും പറയാണ്ട് ഉള്ള കാര്യം പറ ചെറുക്ക. വാഷ്റൂം യൂസ് ചെയ്യണം. അടുത്തത് കാർത്തികേട്ടാ, ദേ അവനെങ്ങോട്ടൊന്ന് കൊണ്ടുപോയിക്കേ. വേണ്ട, എനിക്ക് ഒരുത്തന്റെയും സഹായം വേണ്ട. ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് വരാം. കാർത്തികേട്ടാ, എനിക്കെന്തോ ഇവന്റെ കാര്യം ഓർത്തിട്ട് ചെറുതായിട്ടൊരു പേടി പോലെ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. പിന്നെ അവൻ എന്താ ഇങ്ങനെ ഇപ്പോ ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നതെന്ന് തനിക്കറിയോ? അവൻ എന്തെങ്കിലും വിഷമമുണ്ടോ? അല്ലാണ്ട് അവൻ ഇങ്ങനെ ചെയ്യാറില്ല. അറിയാം. ഒരു റീസൺ ദർശൻ ചേട്ടൻ, മറ്റൊന്ന് സിയാൻ. ദർശൻ? സിയാൻ? മറ്റേ ആ ജൂനിയർ ചെറുക്കനല്ലേ നിങ്ങളുടെ കൂടെയുള്ള ആ 3 പേരിൽ ഒരാള്? അത് തന്നെ. അതിന് ഇവര് തമ്മിലെന്താ? താനൊന്ന് കറക്റ്റ് പറഞ്ഞേ. എനിക്കറിയാം തനിക്കെല്ലാം അറിയുമെന്ന്. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇപ്പോഴെങ്കിലും താനത് എന്നോടെങ്കിലും ഒന്ന് പറയും. അത് കാർത്തികേട്ടാ, മുഖം കഴുകിയപ്പോ ചെറുതായിട്ട് കെട്ടുവിട്ടതുപോലെ ഉണ്ട്. ഓ, ഇത്രയും വലിയ വാഷ്റൂമൊക്കെ ഇവർ എന്തിനുണ്ടാക്കി വെച്ചേക്ക? ഒരെണ്ണം എന്തു പറയാ, പൈസക്കാരിക്ക് ഇങ്ങനെ തന്നെ. ഹായ്, ഇതാര്? ഏയ് ആരു? ആ ലിയോ, ജസ്റ്റിൻ, രണ്ടുപേരുണ്ടല്ലോ. എന്താ ഇവിടെ? ഓ സോറി, ഇത് വാഷ്റൂം ആണല്ലോ അല്ലേ? എനിക്കറിയാം ഇവിടെ എല്ലാരും എന്തിനാ വരാറെന്ന്. അളിയ ജസ്റ്റിന് ഇവൻ നല്ല ഫിറ്റ് ആണല്ലോ. സോളു, നീ എന്തിനാ ഇത്രയൊക്കെ കുടിച്ചേ? കുറച്ചേ കുടിച്ചുള്ളൂ. ഇപ്പൊ മുഖം കഴുകിയപ്പോ കെട്ട് വിട്ടു. ഞാൻ സ്വബോധത്തിലാ. കെട്ട് വിട്ടിട്ടുണ്ട്. നിന്റെ ഈ സംസാരം കേട്ടാലേ തോന്നും നീ ഓവർ കുടിച്ചിട്ടേ ഇല്ലെന്ന്. ഇങ്ങ് വന്നേ. ഏയ് ജസ്റ്റിൻ, ഡോണ്ട് ഡു. നിന്നെ ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയാം മോനെ. എടാ നീ ഒന്ന് അങ്ങോട്ട് ചെന്ന്, എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും ഇവൻ ഒറ്റയ്ക്കായിരിക്കില്ല വന്ന്, ദിയെ ഉണ്ടാവും. നീ അവിടെ ചെന്ന് അവക്ക് കമ്പനി കൊടുത്തിരി, ഞാൻ അപ്പത്തേനൊന്ന് വരാം. ദിയ ഉണ്ട്, പക്ഷെ ഒന്ന് സൂക്ഷിക്കണേ. അവിടെ കാർത്തിയും ഉണ്ട്. ഓക്കെ, ടേക്ക് കെയർ. ചെല്ലു. ഏയ് സോളു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം? എന്തിന്? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. പിന്നെ നീ എന്തിനാ അന്ന് അങ്ങനെയൊക്കെ ചെയ്തേ? നീ ഒരു പാവല്ലേ ജസ്റ്റിൻ? ആണോ? ഞാൻ പാവമാണ്. ആണല്ലോ. ഈ കോളേജിൽ കയറിയിട്ട് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന നിന്നെയാ. പിന്നെ അന്ന് ആ റാഗിങ്ങും കോപ്പും എല്ലാം കൂടെ നിന്നെ എന്നെ തലയെ കെട്ടിവെക്കുക ചെയ്തു. പക്ഷെ നീ ഒരു പാവാടാ. സോളു എന്ന് വിളിച്ച് എന്റെ പുറകെ വരുന്ന ഒരു നിഷ്കു പയ്യൻ. പക്ഷെ നിനക്ക് അന്ന് എന്താണോ സംഭവിച്ചേ? നീ എന്തിനാ എന്റെ കയ്യിലൊക്കെ പിടിച്ചേ? വേണോന്ന് വെച്ചിട്ടല്ല, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ എന്തു പറഞ്ഞാലും നീ ഇങ്ങനെ വെള്ളം അടിച്ചിട്ടിരിക്കുവല്ലേ, പറയുന്ന വല്ലതും മനസ്സിലാവോ? ഏയ്, ഞാൻ സ്വബോധത്തോടെയാ സംസാരിക്കുന്നേ. നീ പറ, എന്താ നിന്റെ പ്രശ്നം? ഞാൻ കേക്കാം. ഇനി നീയും കൂടെ എന്റെ അടുത്ത് പ്രേമമാണ്, ട്രൂ ലവ് ആണെന്നൊന്നും പറയരുത്. നീ പണ്ടത്തെ പോലെ നിഷ്കു കളിച്ച് നടന്നു, അതാ എനിക്ക് ഇഷ്ടം. എന്നാലേ നീ കേട്ടോ, എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമ. നിന്നെ കണ്ട അന്നോട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റോ എന്ത് പിണ്ണാക്കായാലും എനിക്ക് അതാണ് നിന്നോട്. പിന്നെ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. എടാ ഞാൻ പറയട്ടെ, നിനക്ക് എന്തോ അസുഖമാണ്. ഇത് കൊണ്ടൊന്നും മാറില്ല. നമുക്ക് വല്ല ഹോസ്പിറ്റലിലും പോയി അവിടുത്തെ ഡോക്ടറിനോടൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് ഒരു ചെറിയ ഷോക്കും കൂടെ ഞാൻ സെറ്റാക്കി തരാം. എന്നാലേ ഇത് മാറും. ഇതങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന ഒന്നല്ല മിസ്റ്റർ ആരവ് ശർമ്മ. എനിക്ക് നിന്നെ ഇഷ്ടമാ ശരിക്കും. പിന്നെ കുറച്ച് സ്വബോധത്തിൽ വാ. അത് നാളെ കോളേജിൽ നിന്നാണല്ലോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ പറയാം ബാക്കി.
എടാ ജസ്റ്റിനെ, ഞാൻ നിന്നോട് സ്വബോധത്തിലാടാ പറയുന്നേ. നാളെ കോളേജിൽ നിന്നാണെങ്കിലും ഞാൻ നിന്റെ അടുത്ത് ഇത് തന്നെ പറയൂ. അപ്പൊ എന്റെ നാക്ക് ഇങ്ങനെ കുഴയില്ല. അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പോ നിനക്ക് കുറച്ച് ഫീൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നീ ഇത് കേട്ടോ, നാളെ ഒന്നും മണണ്ട. ഒരു മിനിറ്റ് ഇവിടെ നിക്കേ. ഇവിടെ എങ്ങോട്ടും പോയേക്കരുത്. ഞാൻ വന്ന് നിന്നെ ദിയേന്റെ അടുത്ത് ആക്കി തരാം. ഇപ്പൊ വരാം ഞാൻ. ഇവരിതെങ്ങോട്ടാ? എനിക്കെന്തോ ഒറ്റയ്ക്ക് നടക്കാൻ അറിയത്തില്ലേ. ഞാൻ സ്വന്തം പോയിക്കോളാം. എനിക്ക് ഒരുത്തന്റെയും സഹായം വേണ്ട. ആരു, നീ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഇതിനി ആരാ? ഹാ ദർശ, നീ വന്നിട്ടില്ലെന്നാണല്ലോ കാർത്തി പറഞ്ഞേ. എന്താ? ആരു, നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇച്ചിരി. പക്ഷെ ഞാൻ മുഖം കഴുകിയപ്പോ ഓക്കെ ആയിരുന്നു. പക്ഷെ നാക്ക് കുഴയ. എനിക്ക് മനസ്സിലാവില്ല, സ്വബോധത്തില. ജസ്റ്റ് വന്നിട്ട് കൊറേ ഡയലോഗ് അടിച്ചിട്ട് പോയി ദർശ. ജസ്റ്റിനോ? ഏത്? അല്ല, അവനെന്താ ഇപ്പൊ പറഞ്ഞേ? ആരു, എന്നിട്ട് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അവിടെ ദിയയും കാർത്തിക് ഇരിപ്പുണ്ടല്ലോ, അങ്ങോട്ട് എന്താ വരാതിരുന്നേ? ഞാൻ വരണോന്ന് വിചാരിച്ചു. പക്ഷെ അപ്പത്തേനും ജസ്റ്റിനും ലിയോയും വന്നു. ലിയോനെ അവൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ജസ്റ്റിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വരും അത് പറഞ്ഞിട്ടാ പോയത്. ഷേ, ഇവൻ. എടാ, നീ എന്തിനാ കുടിച്ചേ? അതെന്ത് ചോദ്യമാ? എല്ലാരും എന്തിനാ പബ്ബില് വരുന്നേ? കുടിക്കാൻ. അതിന് തന്നെ ഞാനും വന്നേ. എന്താ? എന്റെ കർത്താവേ, ഇവൻ. സോളു. അയ്യോ, ദേ അവൻ വരുന്നു. ദർശ വാ, നമുക്ക് ഒളിച്ചു നിക്കാം. ഏയ് ആരു, ഇതെങ്ങോട്ടാ? ഇന്ന് വാ. എന്താ? എന്തിനാ ഈ ഡോറൊക്കെ നോക്കാക്കണേ? മിണ്ടല്ല്. ഇവനിത് എവിടെ പോയി? ഇവിടെ നിർത്തിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത്? അപ്പത്തേനൊന്ന് അപ്രതീക്ഷയോ? സോളു, സോളു. അയ്യോ, അവനത് ഇതിന്റെ പുറത്തുണ്ട്. മിണ്ടല്ലേ. ഇനി അവൻ ഇതിന്റെ അകത്തെങ്ങാനും കാണോ? എക്സ്ക്യൂസ് മീ, സോളു, ഇതിന്റെ അകത്തുണ്ടോ? ഒച്ച ഉണ്ടാക്കാണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇല്ലെന്ന് പറ. വാ പൊത്തി പിടിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഒച്ച ഉണ്ടാക്കാണ്ട് ഞാൻ എങ്ങനെ പറയാനാ നീ എന്റെ ഉള്ളിലില്ലാന്ന്? അതല്ല, ഞാൻ ഇതിന്റെ ഉള്ളിലില്ല, വേറെ ആളല്ലേന്ന് പറ. ഹലോ സോളു. ദേ വിളിക്കുന്നു, പറ. ആ, എന്തായിരുന്നു? ഇതാരാ ഇതിന്റെ ഉള്ളില്? സോളു, നീയാണോ? അല്ല, സോളു ആരാന്ന് ചോയ്ക്കേ. ചോയ്ക്കേ, എന്തെങ്കിലുമൊക്കെ പറ. ആ, സോളു. അതാരാ? ഇത് വേറെ ആളാ? ഓ, ഓക്കെ ഫൈൻ. സോറി, ഡിസ്റ്റർബ് ചെയ്തൊന്നും വിചാരിക്കല്ലേ. ഞാനൊരാളെ അന്വേഷിക്കുകയായിരുന്നു. ബൈ ആൻഡ് താങ്ക്സ്. ആരു, അവൻ നമ്മളെ കണ്ടുന്ന് വെച്ചിപ്പോ എന്താ? അയ്യോ മിണ്ടല്ലേ, അവൻ പോയെന്ന് അറിയില്ലല്ലോ. മിണ്ടല്ലേ ദർശ. എന്നെ നോക്ക്, അവൻ പോയി. വാ, നമുക്ക് ഇറങ്ങാം. ആണോ? ശരിക്കും പോയോ? എന്നാ വാ. ഏയ് ആരു, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്ത് ഭംഗിയുള്ള മുഖ, എന്ത് രസ കണ്ണുകൾ കാണാൻ. അതുകൊണ്ടല്ലേ എന്നെ നോക്കുന്നേ? ഓ, അപ്പൊ അവൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആരു, എന്താ ഈ പറയുന്നേ? ദർശ, ഞാൻ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ പറയുന്ന കേക്കുവോ? കേക്കാം. ആ ഡോറിന്ന് കൈയെടുക്ക്, തുറക്കട്ടെ. എന്നിട്ട് അവരെന്താണാവോ വരാത്തെ? കൊറേ നേരം ആയല്ലോ. അവര് പയ്യെ വരട്ടെ, അതുവരെ നമുക്ക് സംസാരിക്കാലോ ദിയ, അല്ലേ ചേട്ടാ? അതെ. കാർത്തികേട്ടന് ഇവന് പരിചയമുണ്ടോ? ഇവൻ പാവ, ഞങ്ങളുടെ ക്ലാസ്സിലാ. പരിചയമൊന്നുമില്ല, കണ്ടിട്ടുണ്ട്. ലിയോ അല്ലേ? അതെ, പക്ഷെ എനിക്ക് ചേട്ടൻ അറിയാട്ടോ. നിങ്ങളൊക്കെ ഫേമസ് അല്ലേ കോളേജില്? അത് ശരിയാ, നമ്മൾ അറിയുന്ന എല്ലാവർക്കും നമ്മളെ അറിയണമെന്നില്ലല്ലോ ലിയോ. അതെ അതെ. അല്ല ദിയ, താനെന്താ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ കോൾ എടുക്കാതിരുന്നേ? അത് നീ എപ്പോഴാ വിളിച്ചേ? പാതിരാത്രിക്ക്. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. പാതിരാത്രിക്കോ? അപ്പോ നിങ്ങളിങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ടോ എപ്പോഴും? ആ, ദേ ഇവൻ വിളിക്കും ഇടക്കിടക്ക്. ഭയങ്കര ശല്യമാ. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, പക്ഷെ എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. ശല്യോ? ഞാനോ? അയ്യോ ലിയോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ എന്റെ മുത്തല്ലേടാ. ടൈം കൊറേ ആയി. ലിയോക്ക് ഹോസ്റ്റലൊന്നും പോണ്ടേ?
ഏയ് മെല്ലെ പോയാ മതിയല്ലോ. അവിടെ ഇപ്പൊ ആർക്കാ ചേട്ടാ ഇത്ര തിരക്ക്? ഗേറ്റ് അടച്ചാലും നമ്മൾ മതിലെയാളും, അതൊക്കെ അത്രേ ഉള്ളൂ. ആണോ? എന്നാലേ ലിയോ ഇവിടെ ഇരിക്കെ. ദിയയ്ക്ക് ഹോസ്റ്റലിൽ കയറാൻ ടൈമായി. ഇനിയും ലേറ്റായ ഇവളെയും കൊണ്ട് ഞാൻ മതിൽ കയറേണ്ട വരും. അതിനെന്തിനാ നിക്കുന്നേ? ദിയ പോവാ. ഏ ആ പോവാം. പക്ഷെ കാർത്തികേട്ട ആരു? ലിയോ, ദിയ ആരും ഇങ്ങോട്ട് വന്നോ? ആരുവോ? ഇല്ല, ഇവൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അവനെവിടെ? ഞങ്ങള് സംസാരിക്കുകയായിരുന്നു, പിന്നെ അവൻ എങ്ങോട്ടാ പോയെന്ന് ഞാൻ കണ്ടില്ല. വെയിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ലിയോ ഒന്ന് എന്റെ കൂടെ വന്നേ. ആടാ, പിന്നെ നിങ്ങൾ അവനെ കണ്ട എന്നെ ഒന്ന് വിളിക്കണേ. ആ, അവനെ നിങ്ങൾ കണ്ട എന്നെ വിളിക്കണം. ഓക്കേ ലിയോ, ചെല്, വിളിക്കാം ഞാൻ. കാർത്തികേട്ടാ, എന്തു പറ്റി? എന്ത്? ഒന്നുമില്ല. ദിയ, ആരു? ആ, ദർശൻ ചേട്ടനും ഉണ്ടായിരുന്നു ഇവന്റെ കൂടെ. വാ നമുക്ക് പോവാം, ടൈമായി. കാർത്തി നിങ്ങളെ വിട്ടോ, ഇവനെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടോളാം. ദിയാനെ ഹോസ്റ്റലിലാക്കിട്ട് നീ നമ്മുടെ റൂമിലേക്ക് വാ. ആടാ, ബൈക്കില്ലല്ലോ. എടാ, ഇവന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലടാ, ഇവൻ ഓക്കെയാ. ഞാൻ എന്തായാലും ഇവനെ കൊണ്ട് ഹോസ്റ്റലിലാക്കിക്കോളാം. ഇപ്പൊ പോയാൽ എങ്ങനെ ശരിയാവും? എനിക്ക് പറയാനുള്ളത് കേക്ക് ദർശ. കേക്കാം, ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ. എടാ എന്നാ വാ, ഇറങ്ങാം. ഇവിടെ ഒന്നും ഒരാള് പോലും ഇല്ലല്ലോ. എന്ത് രസാലേ ഇങ്ങനെ നടക്കാൻ. നമ്മള് മാത്രം. എന്തൊരു സമാധാനം. അത് ശരിയാ, നല്ല സമാധാനമുണ്ട്. എന്താ കാർത്തികേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ബൈക്ക് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുമ്പേ അങ്ങെത്തായിരുന്നു. ഇതിപ്പോ നടന്നു തന്നെ പോണ്ടേ. ബൈക്ക് ഇതല്ലേ നല്ലത്. അല്ല, എന്നിട്ടെന്താ ബൈക്ക് എടുക്കാതിരുന്നേ? പെട്രോൾ ഇല്ല, അടിക്കാൻ ക്യാഷ് നെഹി, അതാ. ഓ അങ്ങനെ. അതേതായാലും നന്നായി, ഇന്നിങ്ങനെ നടക്കാനായല്ലോ. ആ ബെസ്റ്റ്. എന്നാലേ ഇങ്ങനെ അരിച്ചരിച്ച് നടക്കാണ്ട് കുറച്ച് വേഗം നടക്ക്. തനിക്ക് ഹോസ്റ്റലിൽ പോണ്ടേ? തന്നെ ആക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോവാൻ. ഓക്കെ, ബട്ട് കാർത്തികേട്ടന് ആ ലിയോനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ എന്നോടോ? എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. ദിയ, താൻ കമ്മിറ്റഡ് ആണോ? ഞാനോ? അയ്യോ അല്ല. കാർത്തികേട്ടൻ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്കും പറഞ്ഞാലേ എന്റെ വൈബിന് പറ്റിയ ഒരാളെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആരും സിംഗിൾ ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. തന്റെ വൈബിന് പറ്റിയ ആൾ എന്നൊക്കെ പറയുമ്പോ എന്നെ സഹിക്കണം. എന്നെ സഹിക്കാൻ കുറച്ച് കഷ്ടപ്പാടാ. പിന്നെ ഇതുപോലെ വല്ലപ്പോഴും നൈറ്റ് വാക്കിനൊക്കെ ഇങ്ങനെ നിന്ന് തരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെന്താ, ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ഇതുവരെ സഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആരു മാത്രം. അവര് ഭയങ്കര ക്ഷമയാ. അങ്ങനെ കുറച്ച് ക്ഷമയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഓക്കെ. പിന്നെ ഒപ്പം നിക്കണം. ആ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്കങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും കോമഡി. ഒരു മനുഷ്യനായ എന്തെങ്കിലുമൊക്കെ സങ്കല്പം ഉണ്ടാവില്ല കാർത്തികേട്ടാ? എനിക്ക് അതുപോലും ഇല്ല. ഇത്രേ ഉള്ളൂ? അതെന്താ തനിക്ക് സങ്കല്പൊന്നും ഇല്ലാത്തെ? പൊതുവെ ഈ കേരളത്തിലെ ആൺപിള്ളേരെന്ന് പറയുമ്പോ കുറച്ച് താടി, മീശ, പിന്നെന്താ ബോഡി, അതൊക്കെ ഉണ്ടാവുമല്ലോ. തനിക്ക് അങ്ങനെ ഒന്നിനോടും ക്രേസ് ഇല്ല? അങ്ങനെയൊന്നുമില്ല. ആ, പിന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. ബിക്കോസ് ഞാൻ കുറച്ച് ഷോർട്ട് ആണല്ലോ. അപ്പോ ഈ ഷോർട്ട് ഗേൾ ടോൾ ബോയ് എന്ന് പറയുന്ന ഒരു സംഭവം, അതൊക്കെ ക്രിഞ്ചാന്ന് എനിക്ക് അറിയാം. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു രസമല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ തനിക്ക് എനിക്കൊരു ചാൻസ് തന്നൂടെ? ചാൻസോ? എന്തിന്? ദിയ ഫോളോ ചെയ്യണ റിലീജിയൻ ഏതാ? ഞാനോ? ഹിന്ദുയിസം. ഞാനും. അപ്പോ ഈ ഒരു ഇയർ കഴിഞ്ഞ മേ ബി ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. മേ ബി എന്നല്ല, ആണ്. സോ താനും കൂടെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാ ഞാൻ തന്റെ വീട്ടിൽ സ്ട്രേറ്റ് ആയിട്ടൊന്ന് കല്യാണം ആലോചിച്ചോളാം. എന്താ കല്യാണോ? അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്യുന്നൊരു കുട്ടിയൊന്നും അല്ല താൻ. പക്ഷേ ഇപ്പൊ എനിക്ക് തന്നോട് എന്താ പറയണ്ടേന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ സീരിയസ് ആണ് തന്റെ കാര്യത്തില്. മിങ്കിൾ ആവുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡേറ്റ് ചെയ്ത് നോക്കാം, പിന്നെ റിലേഷനിലാവാം എന്നൊന്നും തന്നോട് പറഞ്ഞ് ലൈക്ക് തന്നെ യൂസ് ചെയ്യുന്നത് പോലെ ആവാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സ്ട്രേറ്റ് ആയിട്ട് പറയാം, ദിയ, ഐ ലവ് യു. അത് കാർത്തികേട്ടാ, ഞാൻ അങ്ങനെയൊന്നും. എനിക്കറിയാം തന്റെ സൈഡിൽ നോക്കുമ്പോ ഇത് കുറച്ച് നേരത്തെയാ. പക്ഷെ എന്റെ സൈഡിൽ നോക്കുമ്പോ അങ്ങനെയൊന്നും അല്ല. താൻ ആലോചിച്ചോ, പക്ഷേ ഓവർ ലേറ്റ് ആക്കരുത്. എന്ന് പറഞ്ഞാ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്.
ദിയ, തന്റെ ഈ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തനിക്ക് പേടിയാവുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. താൻ പിന്നെ എങ്ങാനും ആലോചിച്ചാൽ മതി. ഇപ്പൊ നടക്ക്. എന്താ നിനക്ക് പറയാനുള്ളേ? പറയേ. ഇന്ന് ഈവനിങ് എന്റെ കൂടെ സിയാനെ കണ്ടത് നിനക്ക് ഹേർട്ടായോ? നീ അവിടെ നിന്ന് പെട്ടെന്ന് പോയല്ലോ. എന്തിനാ പോയേ? എന്നിട്ട് എന്നോട് എന്താ സംസാരിക്കാതിരുന്നേ? എന്തിനാ ഹോസ്റ്റലിൽ പോയേ? നിനക്ക് തലവേദന എന്ന് പറഞ്ഞല്ലോ, മാറിയോ? ഇത്രയും ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചാ ഞാൻ എങ്ങനെ ആരും ആൻസർ പറയാ? എനിക്ക് തലവേദനയായിരുന്നു. പിന്നെ നിന്നെയും സിയാനെയും ഒന്നിച്ച് കണ്ടോന്ന് വെച്ച് എനിക്കെന്തിനാ ഹേർട്ടാവുന്നേ? അപ്പൊ നിനക്കൊന്നുമില്ലേ? എന്നോട് ദേഷ്യം തോന്നിയില്ല? നിന്നോട് ദേഷ്യം തോന്നാനോ? എന്തിന്? അതിന് ഒഫീഷ്യലി ഞാൻ നിന്റെ ആരെങ്കിലും ആയോ? ദർശ, നിനക്കെന്നെ ഇഷ്ടവാ, അത് മറന്നുപോയോ? അപ്പൊ നിനക്ക് ഹേർട്ട് ആവില്ല ഞാൻ അവന്റെ കൂടെ? ആരു നിക്ക്. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരാനായിട്ട് ഇവിടുത്തെ ചില കലിപ്പം കാമുകന്മാരെ പോലെ അല്ല ഞാൻ. പിന്നെ കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ, അല്ലാണ്ട് എനിക്കൊരു പുല്ലുമില്ല. എന്താ നീ അതിനാണ് ഇപ്പൊ കുടിച്ചേ? ഷേ, അതൊന്നും നിനക്ക് എന്നോട് കുറച്ച് നേരത്തെ പറഞ്ഞൂടെ? ഉള്ള കള്ളൊക്കെ വലിച്ചു കയറ്റി എന്റെ ലിവർ വല്ലതും അടിച്ചു പോയാ? നിനക്ക് വേറെ ആരുണ്ട്? ഏ എന്ത്? ആർക്ക് വേറെ ആരുണ്ടെന്ന്? ആ, ആർക്ക്? ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഐ ശരി, അപ്പൊ ഓർമ്മയില്ലാണ്ട് വിളിച്ചു പറഞ്ഞാന്നോ? എന്റെ മാതാവേ, ഇവൻ. ആരാ? എന്താ നീ കോൾ എടുക്കാത്തെ? സിയാൻ, സിയാന. ഒരു മിനിറ്റ്. ഹലോ സിയാൻ. ഞാനോ? കുറച്ച്. ഇല്ല, ദിയ പോയി. വേണ്ട, ഞാൻ റൂമിലാ. ആ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് ഉറങ്ങട്ടെ. നാളെ കോളേജിൽ നിന്നാണാ? ദർശ, അവൻ ചോദിക്കാൻ ഞാൻ കുടിച്ചിട്ടുണ്ടോന്ന്. അത് അവൻ എങ്ങനെ അറിഞ്ഞു? ആ പബ്ബില് അവന്മാരുണ്ടായിരുന്നോ? നിന്റെ ഈ വർത്താനം കേട്ടിട്ടായിരിക്കും അവൻ അങ്ങനെ ചോദിച്ചത്. ആരു വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് കയറി കിടന്നുറങ്ങിക്കേ, നാളെ കോളേജിൽ പോണ്ടേ. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ സ്നേഹിച്ചവരെല്ലാരും എന്നെ ഇട്ട് പോയിട്ടേ ഉള്ളൂ. അവനും. അവനെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയോ? അവൻ എന്റെ ജീവനായിരുന്നു ദർശ. എന്നിട്ടും അവൻ പെട്ടെന്ന് എന്നോട് ഒന്ന് പറയാ എന്നോടുള്ള ഫീലിങ്സ് ഒക്കെ പോയി, അതുകൊണ്ട് ബ്രേക്കപ്പ് ആവാന്ന്. പിന്നെ പിന്നെ കുറെ ഗ്യാപ്പ് വന്നു. അപ്പൊ തുടങ്ങിയത് എന്റെ കൂടി. ആര്? ആര് നിനക്ക് ജീവനായിരുന്നു എന്ന്? അവൻ അവൻ എന്റെ ഹാർട്ട് തന്നെ ആയിരുന്നു ദർശ. ഞാൻ വിചാരിച്ചത് ഇനി ഒരിക്കലും അവനെ കാണേണ്ടി വരില്ല എന്ന്. എന്നിട്ടിതേ ഇപ്പൊ പിന്നെ വന്നെന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കാണുമ്പോ നിനക്കും കൊള്ളുന്നില്ലേ? പ്രേമിച്ച ഇങ്ങനെയൊക്കെ തന്നെയാ എല്ലാവരുടെയും അവസ്ഥ. ഫസ്റ്റ് ലവ് ആരുടെ സക്സസ് ആയിട്ടില്ല, അറിയോ നിനക്ക്? ആര്? ആരുടെ കാര്യം ആരോ നീ പറയുന്നേ? സിയാനാണോ? അവൻ തന്നെ. ഒരു ഫാമിലി ലൈഫൊക്കെ ഞങ്ങൾ എത്ര പ്ലാൻ ചെയ്തിട്ടുള്ളതാന്നറിയോ? എന്നിട്ടും അവൻ. പക്ഷേ മറന്നു തുടങ്ങായിരുന്നു ദർശ ഞാൻ എല്ലാം. നിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് വല്ലാത്ത ഹാർട്ട് ബീറ്റാ. ഇതെനിക്ക് അവന്റെ അടുത്ത് പോകുമ്പോ പോലുമില്ല. നിന്റെ ഓരോ സംസാരത്തിലും നോട്ടത്തിലൊക്കെ ഞാനങ്ങ് വീണു പോവാ ദർശ. പക്ഷെ അവനുണ്ട്. പക്ഷെ എനിക്ക് അറിയാം അവനുണ്ട് ദർശ എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എങ്ങനെയാ? എന്നിട്ട് എന്നിട്ട് നിനക്ക് ഇപ്പോഴും അവനിഷ്ടാണോ? അവനെ മിസ് ചെയ്യാറുണ്ടോ? എനിക്ക് അറിയൂല. അന്ന് അവൻ അതൊക്കെ പറഞ്ഞപ്പോ അപ്പത്തെ വിഷമത്തിൽ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് പോലും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തിനാ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയെന്ന് എനിക്ക് അറിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോ ഞാനങ്ങ് സ്റ്റക്കായി നിന്നു. എന്റെ ഹാർട്ടൊക്കെ പടപടാന്നിടിക്കായിരുന്നു. ബട്ട് യു നോ വൈ? ഞാൻ നിന്നെ എന്റെ സ്വപ്നത്തില് കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിലോ? എന്നെയോ? എന്താ കണ്ടേ? അതെന്താന്ന് വെച്ചാലേ, നീ ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ മാലാകമാരെ കൂട്ട്
കഴിഞ്ഞ? ഓ, ഉറങ്ങിയോ? ഇനി ഇവൻ ആ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കോ, അതോ ഡ്രിങ്ക് ചെയ്തതിന്റെ ഹാങ് ഓവറില്? എന്തോ ആരുവിന് കുറെ സങ്കടമുണ്ട്. സിയാൻ, ഇവൻ കുറച്ച് സ്വബോധത്തിലായിരുന്നെങ്കിൽ എല്ലാം ഒന്ന് ചോദിക്കായിരുന്നു. ഇതിപ്പോ നാളെ ആവട്ടെ. എടാ, നീ എന്തിനാ ഇന്ന് നേരത്തെ കോളേജിൽ പോവാന്ന് പറഞ്ഞേ? ഇവിടെ എന്തുണ്ടായിട്ടാ? ക്ലാസ് പോലും തുറന്നിട്ടില്ല. അവന്മാരൊക്കെ എവിടെ? അവരൊക്കെ മെല്ലെ വരട്ടെ. നമുക്കിങ്ങനെ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരിക്കാലോ. ആരും ഇല്ലെങ്കില് സുഖല്ലേ? എന്ത് സുഖം? നിനക്ക് മെന്റലാടാ. അല്ലെങ്കിൽ നിനക്ക് ഈ പരിസരത്തോട് മുടിഞ്ഞ പ്രേമം. അത് തന്നെ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട വരുവോ? അതെ മോനെ, പ്രേമോ. പക്ഷേ അത് ഈ പരിസരത്തോടല്ല. പ്രവീണേ, നീ ഇങ്ങനെ സ്വന്തം ഇരുന്ന് ഓരോന്ന് ആലോചിക്കേണ്ട എന്നോടുകൂടെ പറ. ഞാൻ ആരുവിനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ. ഇന്ന് ദിയ ഇല്ലെന്ന്. ദിയ ഇല്ലേ? അവക്ക് എന്തു പറ്റി? അവക്കെന്തോ വയറുവേദനയോ തലവേദനയോ അങ്ങനെ എന്തോ അവൻ പറഞ്ഞേ. ഹേ, ഗുഡ് മോർണിംഗ് ഗൈസ്. ആരും ഇവിടെ? ആരോ? അവനിപ്പോ വരും. നീ എന്താടാ പതിവില്ലാണ്ട് നേരത്തെ? നേരത്തെയോ? അല്ലേലും ഞാൻ നിങ്ങളൊപ്പം തന്നെ വരിക. ഇതിപ്പോ കുറച്ചു ദിവസമായിട്ട് ഫൈസി ഉള്ളത് കൊണ്ടല്ലേ. അവൻ ഇന്ന് എവിടെ പോണോന്ന്, അതുകൊണ്ട് എന്നെ ഇവിടെ നേരത്തെ കൊണ്ടാക്കി. ബെസ്റ്റ്. നീ എന്താടാ വന്നു കയറിയോടെ ആരുവിനെ ചോദിക്കുന്നേ? എനിക്ക് അവനെ ഒന്ന് കാണണം. അവനിങ്ങോട്ട് വരട്ടെ. എന്താടാ, നീ അവനെ തല്ലോ? ദേ, എന്റെ ചെറുക്കനോ വല്ലോ ചെയ്താലാ? ഇല്ലാടാ, ഞാൻ അവനെ സ്നേഹിക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ആരെ സ്നേഹിക്കണ കാര്യം പറയുന്നേ? ആഹാ, വന്നല്ലോ. നിന്നെ തന്നെ. നിന്റെ കാര്യാടാ പറഞ്ഞേ. എന്റെ കാര്യോ? എന്ത്? ദേ, നീ അങ്ങോട്ട് ചോദിക്കേ. സിയാൻ പറയടാ. അവൻ കലിപ്പിലാണല്ലോ. എന്താടാ പറ്റിയേ? എന്താ പറ്റിയെന്ന് ആരു നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ഡ്രിങ്ക് ചെയ്യല്ലെന്ന്. എടാ, നീ ചെറിയ കുട്ടിയാണ്. എനിക്ക് 18 വയസ്സുണ്ട്. ഞാൻ ആരോടാ ചോദിച്ച അനുവാദം വാങ്ങിക്കണ്ടേ ഡ്രിങ്ക് ചെയ്യാനും വേണ്ടിയിട്ട്? 18 വയസ്സേ ഉള്ളൂ നിനക്ക്. ആരു തമാശ കളിക്കല്ല്. ഇത് അത്രയ്ക്ക് വലിയ തമാശയൊന്നും അല്ല. നിന്റെ ഈ ബോഡിക്ക് ഇതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ കൂൾ, ഞാൻ കൺട്രോൾ ചെയ്തോളാം. നീ ഇത് എത്ര കാലമായിട്ട് എന്നോട് പറയുന്നതാ, എന്നിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അളിയ, മതി. അവൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ. നീ ഒന്ന് കൂളാവ്. പോട്ടെ. നീ അവനിങ്ങനെ വഴക്ക് പറയല്ലേടാ, പാവോടാ. ഓഹ്, മതി. ഒരു ചാൻസ് കിട്ടി അങ്ങ് ഊക്കി വിടുകയാണ്. ഇവനീ കാണിച്ചു വെക്കുന്ന എല്ലാത്തിനും വഴക്ക് പറയല്ലാണ്ട് ഞാനിവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാടാ. ഉമ്മയൊക്കെ ഓക്കെ, പക്ഷെ അത് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒന്ന് സൂക്ഷിച്ചോട്ടോ. ദേ, ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ്? ആർ യു ഓൾ റൈറ്റ്? ആ, പിന്നെ ഇന്നലെ ഒപ്പം ഉണ്ടായിരുന്നു, അതാ. ഓ, അപ്പൊ ചേട്ടനാണല്ലേ ഇവന് കള്ളു വാങ്ങിച്ചു കൊടുത്തേ? കൊള്ളാം. അല്ലെങ്കിൽ ഇവനിങ്ങനെ കുടിച്ച് വല്ലതൊക്കെ പറ്റിയാ തന്നെ ബാക്കിയുള്ളവർക്ക് എന്താലേ? അതിനും മാത്രം ഒന്നും ഇവൻ കുടിച്ചിട്ടില്ല. കുറച്ച് കുടിച്ചാൽ തന്നെ ഫിറ്റ് ആവുന്ന ടൈപ്പ് ബോഡിയാ ഇവന്റെ. പിന്നെ ഇഷ്ടം കൊണ്ടാ കുടിച്ചേ, അല്ലാണ്ട് അവനെ ആരും നിർബന്ധിച്ച് കുടിപ്പിച്ചല്ല. വാട്ടവർ. കൂടെയുള്ളവർക്ക് അവന് കമ്പനി കൊടുക്കാനല്ലേ അറിയൂ, അല്ലാണ്ട് പറഞ്ഞ് തിരുത്താൻ അറിയില്ലല്ലോ. അവനിങ്ങനെയൊക്കെ ആവാനും വേണ്ടി ഒരു റീസൺ ഉണ്ട്. അതിതുവരെ ഇവിടെ ആരും അന്വേഷിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ കുടിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞ് ആരും അവനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പെട്ടെന്ന് തിരുത്താൻ ആരെ കൊണ്ടും പറ്റില്ല, പക്ഷെ അവനത് നിർത്തും. ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ ആരെ കൊണ്ടും പറ്റും. അവനത് തുടങ്ങിയത് അവനെ കൊണ്ട് ആരും നിർബന്ധിച്ച് തുടങ്ങിപ്പിച്ചതല്ല. ഇല്ല, ആരും അവനെ അതിന് നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. എന്താണ് ഇത്? ഇവര് തമ്മില് വല്ല ഡിബേറ്റും ആണോ ഈ നടക്കുന്നേ? ആരോ ബ്രേക്ക് ഇട്. എടാ, ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? ഞാൻ ഡ്രിങ്ക് ചെയ്തോന്ന് പറയുന്നൊക്കെ ശരിയാ, പക്ഷെ അപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ദർശനല്ല, ദിയയാ. ദർശന പിന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. മിണ്ടാതിരിക്കടാ, പറയുന്നത് കേക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾക്കറിയാം അവനെങ്ങനെ ഓക്കെ ആക്കണമെന്ന്. അതിന് വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട. ഓ, എങ്ങനെയാണാവോ ആ ഓക്കെ ആക്കല്? പാതി വഴിയിൽ വെച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോകുന്നതോ? അങ്ങനെയാണെങ്കിലേ അതിന് മോനധികം കഷ്ടപ്പെടണ്ട. തൽക്കാലം അതിനവിടെ ചേട്ടനുണ്ടല്ലോ. ചേട്ടൻ അറിയാം എങ്ങനെ ആരവിനെ സേഫ് ആക്കി വെക്കണമെന്ന്. ശരി, എന്നാ മക്കള് ക്ലാസ്സിൽ ചെല്ല്. ബെല്ലടിക്കാനായി. ആരും വന്നേ, പോവാ.
ഇത്രയും പറഞ്ഞ് ദർശൻ ആരുവിനെയും കൊണ്ട് സിയാനിൽ നിന്ന് തിരിഞ്ഞു നടന്നു. ആ ഒരു നിമിഷത്തിൽ ദർശനോട് എന്തെങ്കിലും മറുത്തു പറയാൻ സിയാനോ ആരുവിനോ കഴിഞ്ഞില്ല. ആരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൻ ഇടറുന്ന മിഴികളാൽ ദർശനെയും സിയാനെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. അതേസമയം സിയാൻ ദർശനും ആരുവും തന്റെ കൺമുന്നിൽ നിന്ന് നടന്നകലുന്നത് ഒരു വിങ്ങലോടെ നോക്കി നിന്നു. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അയാള് എന്തൊക്കെയാണോ പറഞ്ഞിട്ട് പോയേ? ഏയ് സിയാൻ, പോട്ടെ വിട്. വാടാ, നമുക്ക് ക്ലാസ്സിൽ കയറാം. ഫസ്റ്റ് പീരീഡ് തന്നെ ഡ്രാക്കുളയാ. നമ്മളെങ്ങാൻ കയറിയില്ലേ അയാള് നമ്മളെ കടിക്കും. വന്നേ വന്നേ. ചേച്ചിയുടെ ചാനലിൽ കമന്റ് ഇടുന്നത്, അതുകൊണ്ട് വായിക്കാതെ പോകല്ലേ പ്ലീസ്. എപ്പിസോഡ് സൂപ്പർ ആയിരുന്നു ചേച്ചി, പക്ഷേ ലാസ്റ്റ് ആയപ്പോ സങ്കടായി. ആ സിയാനെ ആരെങ്കിലും ആയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്ക്. പാവം എന്റെ ദർശന സങ്കടായി. ചേച്ചി, ഞാൻ ഒരു കട്ട താൽക്കുക്ക് ഫാനാണ്, പക്ഷേ ഈ സ്റ്റോറിയിൽ വിമനാണ് പൊളി. പറയാതെ വയ്യ. ദർശൻ സങ്കടപ്പെടുന്ന കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. പ്ലീസ് ചേച്ചി, വിമൻ സെറ്റാക്കൂ പ്ലീസ്. പിന്നെ എന്റെ സിയാനെ ഒറ്റയ്ക്കാക്കരുതേ ചേച്ചി. ഇത് വായിക്കുകയാണെങ്കിൽ സിയാനെ കൊണ്ട് വായിപ്പിക്കോ പ്ലീസ്. എന്റെ പൊന്നു ചേച്ചി, കാല് പിടിക്കാം. ആര് സെറ്റായാലും നോ പ്രോബ്ലം, ബട്ട് ആരെയും കരയിക്കല്ലേടാ. എനിക്ക് കാണാൻ വയ്യ. എന്ന് വേണമെങ്കിലും ചെയ്യാം. ഹാപ്പി എൻഡിങ്, അതാണ് ഞങ്ങൾ എല്ലാവരും കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നത്. സാഡ് ആക്കല്ലേ പൊന്നെ പ്ലീസ്. ഇല്ലടാ. പിന്നെ ദിയ ആൻഡ് കാർത്തിക് പെട്ടെന്ന് സെറ്റാക്കണേ. രണ്ടാളും എങ്ങനെ പറയാന്ന് വിചാരിച്ച് നോക്കിയിരിക്കുക. എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. സിയാൻ, ആരു ആൻഡ് ദർശൻ, നിങ്ങൾ മൂന്നുപേരും ചങ്കിൽ കയറിപ്പോയി. നിങ്ങൾ സാഡായാൽ ഞാനും ഇവിടെ കിടന്ന് കരയും. കൂടുതൽ പറയാൻ വാക്കുകളില്ല. നെക്സ്റ്റ് എപ്പിസോഡ് വരട്ടെ. ഈ കമന്റ് നെക്സ്റ്റ് എപ്പിസോഡിൽ ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാമോ പ്ലീസ്? കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് പറയാം പ്ലീസ് ചേച്ചി. പാവം ആരു, അവൻ എങ്ങനെ ഒരാളെ സെലക്ട് ആക്കാൻ പറ്റുക? അതുകൊണ്ട് ആരുനെ ഞാൻ എടുത്തോളാം. പിന്നെ ട്വിൻ സെറ്റപ്പ് കൊണ്ടുവന്ന് കോമഡി ആക്കരുത് കേട്ടാ. ഏയ്, ഇതിനകത്ത് ട്വിൻ സെറ്റപ്പ് ഒന്നും നടക്കൂലടാ. ഇപ്പൊ ഈ സ്റ്റോറി ഇങ്ങനെ റിയൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരു, ദർശൻ, കാർത്തി, ദിയ, പ്രവീൺ, അങ്ങനെ എല്ലാരെയും കാണുന്ന ഞാനും അവരുടെ കൂടെ ഒരാളായിട്ട് അവരെ നേരിട്ട് കാണുന്ന ഫീൽ. 2 പേരെ വിട്ടുപോയി, സിയാൻ ആൻഡ് യാദവ്. ഓക്കെ, ഈ സ്റ്റോറി തീർന്ന എല്ലാരെയും ഒരുപാട് മിസ് ചെയ്യും. കോളേജിൽ നിന്ന് ലാസ്റ്റ് ഡേ ഇറങ്ങിയ പോലെ. ഞാൻ ആദ്യം കണ്ട മലയാളം FFBL മ്യൂസിക്കൽ കോഡ് പോലെ മറക്കൂല എത്ര കഴിഞ്ഞാലും. നിങ്ങളുടെ സ്റ്റോറി, എഡിറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. സോ ഹാർഡ് വാമിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് കമന്റ്. ഇറ്റ്സ് മീൻസ് എ ലോട്ട്. വി കുക്ക്, അവരുടെ ഫ്ലാഷ് ബാക്ക് എന്താ? അതിനെ എപ്പോഴാ കാണിക്കുക? അത് കാണിക്കാനായിട്ട് എഡിറ്റർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. സത്യത്തിൽ പാവമുണ്ട് വിമൻ കുക്ക് 3 പേരും. ആൻഡ് എനിക്ക് കൂടുതൽ പാവം ഇപ്പോൾ തോന്നുന്നത് വീണയാണ്. അത് 2 പേരുടെയും ഇടയിലായിരുന്നു ഒരുങ്ങണത്. സത്യത്തിൽ ഇത് വില്ലനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോറി ഇടണ ആളെയാണ്. യു മീൻ എഡിറ്റർ? ഡോണ്ട് ഡു. ചേച്ചീനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു വടിയെടുത്ത് തല്ലിയാനെ. മാതാവേ, എന്തിനാ ആ പാവം 3 പേരെയും വെറുതെ വിഷമിപ്പിക്കുന്നത്? പിന്നെ ഒരു കാര്യം, ആ ജാക്സൺ സത്യത്തിൽ ആരാ? ഇങ്ങനെ ഈ സ്റ്റോറി പോവുകയാണെങ്കിൽ ഈ സ്റ്റോറി ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നുറപ്പായി. ഇത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ 2024-2025 വരെ ഉണ്ടാകും ഈ സ്റ്റോറി, ഉറപ്പാ. അത്രയൊന്നും എന്തായാലും ഈ സ്റ്റോറി പോവില്ല. മാക്സിമം ഞാനിത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് എപ്പിസോഡ് അടിപൊളി, സൂപ്പർ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അടുത്ത എപ്പിസോഡ് വേഗം ഉടനെ. ഐ ആം വെയിറ്റിംഗ്. എപ്പിസോഡ് പൊളി. താങ്ക് യു. ആദ്യമൊക്കെ ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു, ബട്ട് ദർശൻ എന്ത് കാണരുത് എന്ന് കരുതിയോ അത് തന്നെ കണ്ടു. എനിക്ക് വിമൻ ഒന്നിക്കണം എന്നാണ്, പക്ഷെ സിയാനെ കാണുമ്പോൾ വിഷമം വരുന്നു. ആരൊന്നിച്ചാലും ഹാപ്പി എൻഡിങ് ആക്കിയാൽ മതി. എഡിറ്റർ പൊളിയാണ്. പ്ലീസ് ഈ കമന്റ് ദർശനെ കൊണ്ട് വായിപ്പിക്കണം. ആൻഡ് ദർശ, പ്ലീസ് സേ ഐ ലവ് യു. വോയിസ് പൊളിയാണ്. നെക്സ്റ്റ് എപ്പിസോഡിന് കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഐ ലവ് യു ബേബി. മിസ്റ്റർ ദർശൻ, അധികം ആരോടും ഐ ലവ് യു പറയണ്ട. എനിക്ക് നല്ലോണം ജലസ് അടിക്കുന്നുണ്ട്. ദർശൻ ചേട്ടൻ എനിക്ക് മാത്രം ഉള്ളതാണ്. ആരും സിയാനും സെറ്റ് ആയിക്കോട്ടെ. പക്ഷെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും ഞാനായിട്ട് പറയുന്നല്ലോ, ഇവര് ചോദിച്ചു മേടിക്കുന്നല്ലേ. പിന്നെ ഇത്രയും ജലസൊക്കെ അടിക്കാനായിട്ട് കുട്ടിക്ക് എന്നോട് എന്തേലൊക്കെ ആവട്ടെ, സ്നേഹം മാത്രം. അപ്പോ ബൈ ബേബീസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.